CH മുഹമ്മദ് കോയ സ്കൂളിൻ്റെ മാനേജർ പ്രിയപ്പെട്ട S2 സിദ്ദീഖ്, പ്രിയപ്പെട്ട ജാഫർ ബദ്രി അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ ദാറുൽ ഹുദയുടെ സന്തതികളെ, അൽഹംദുലില്ലാഹ് ആദ്യമായി ഈ തളിപ്പറമ്പിന്റെ പൈതൃകം തേടിയുള്ള ഈ യാത്ര സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരായ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമിയുടെ ഓൾഡ് സ്റ്റുഡന്റ് കുടുംബത്തെ ഈ തളിപ്പറമ്പിലേക്ക് അന്നത്തെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ, തളിപ്പറമ്പിലുള്ള അന്നത്തെ നാട്ടുരാജാക്കന്മാർ ഈ തളിപ്പറമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽപ്പെട്ട പ്രധാനിയായിരുന്നു യമനിലെ ഹളറമൗത്തിൽ നിന്നും വന്ന സയ്യിദന്മാർ, ബാഅലവി കബീലയിൽപ്പെട്ട നമ്മളെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഈ തങ്ങള പള്ളിയും അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന ആ വലിയ അല്ലാഹുവിന്റെ സൂഫി വര്യന്മാരായ മഹത്തുക്കളും, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. തളിപ്പറമ്പിന്റെ ചരിത്രമാണ്. ഈ തളിപ്പറമ്പിന്റെ ചരിത്രം പൈതൃകം തേടിയുള്ള ഈ യാത്രയിൽ ഒരിക്കലും തന്നെ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വലിയ ആയുധമായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. തളിപ്പറമ്പിന്റെ ആ ചരിത്രത്തോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്, ഒരു വലിയൊരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആദ്യകാലങ്ങളിൽ ഈ തളിപ്പറമ്പിലും 1, 2, 3 കിലോമീറ്റർ ഈ മുക്കോലയും ഈ മെയിൻ റോഡും അതുപോലെ തന്നെ ഹൈവേ, മസ്ജിദുൽ സഹാബ പള്ളി ഉൾക്കൊള്ളുന്ന ആ പ്രദേശവും കാക്കത്തോടും ഉൾക്കൊള്ളുന്ന ഈ ഒരു ഇട്ടാവട്ടമുള്ള ഒരു സർക്കിളായിരുന്നു തളിപ്പറമ്പ്. അന്ന് നമ്മുടെ തളിപ്പറമ്പിന്റെ പ്രാന്ത പ്രദേശങ്ങൾ ഇന്ന് ഒരുപാട് നേതാക്കന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ബാഫക്കി നഗറും സയ്യിദ് നഗറും ബദരിയ നഗറും അള്ളാങ്കുളവും ഇതൊക്കെ അതൊരു ഒന്നിനും കൊള്ളാതെ ഒരു തരിശു ഭൂമിയും കല്ലും മറ്റൊക്കെ എടുക്കുന്ന പണകളും മറ്റുമായിരുന്നു. കാലം രൂപാന്തരപ്പെട്ടു, വികസിച്ച് കുതിച്ചുകൊണ്ടതിന്റെ ആ ഓട്ടത്തിലായിരുന്നു ആ പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിൽ വളർന്നു പന്തലിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളപ്പിറവിക്ക് ശേഷം ആദ്യമായി വന്ന ജനകീയ ബാലറ്റിലൂടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത സമയത്ത് അന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അധികായനായിരുന്ന AK ഭോപ്പാലൻ എന്ന പെരളശ്ശേരി സ്വദേശിയുള്ള AKG കണ്ണൂർ ബർമ്മശ്ശേരിയിൽ തുടക്കം കുറിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ ആശീർവാദത്തോടുകൂടി അന്നത്തെ ആ ജുമാഅത്ത് പള്ളിയുടെ കീഴിൽ മഹാനായ മർഹൂം KP അബ്ദുൽ സാഹിബായിരുന്നു തളിപ്പറമ്പ് CT വിദ്യാർത്ഥി സംഘടന സാഫും ഒരു ബസ് സമരത്തിന് കാരണം നമ്മൾ വിളിച്ച വ്യക്തിത്വങ്ങൾ അതുപോലെ ഗസ്റ്റുകളൊന്നും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു പീഡക എന്തായാലും സദസ്സിൽ നിറഞ്ഞു കാണുന്നുണ്ട്. നമ്മളേതായാലും നമ്മൾ പരിപാടി ആരംഭിക്കുന്നു. ഈ ഒരു എന്റെ കർത്തവ്യ ദീർഘകാലം അതിന്റെ കാര്യദർശിയായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു ബർക്കത മഹാനവരെ പോലുള്ള കേരളം കണ്ട സ്വാത്വികരായ പണ്ഡിത വരേണ്യന്മാർ സേവനം ചെയ്ത തളിപ്പറമ്പ് ജാമിയ ഖുവത്തുൽ ഇസ്ലാം അറബിക് കോളേജ്, അതുപോലെ തന്നെ നേരത്തെ സ്വാഗതം അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ഗഫൂർ ഹാജി സാഹിബ് സൂചിപ്പിച്ച തളിപ്പറമ്പ് യത്തീംഖാന, അതൊക്കെ ഈ തളിപ്പറമ്പിന്റെ പൈതൃകത്തോടൊപ്പം സഞ്ചരിച്ച വലിയ സാധനമായിരുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഒരിക്കലും തന്നെ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വലിയ യുഗപുരുഷനായിരുന്നു തളിപ്പറമ്പിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ഇന്ന് കാണുന്ന വടക്കേ മലബാറിലെ അലിഗഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും വലിയ അത്യുന്നത കലാലയമായ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, അതിനൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, അദ്ദേഹത്തെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ തളിപ്പറമ്പിലെ പൈതൃകം പൂർണ്ണമാക്കാൻ നമുക്ക് സാധ്യമാകുകയില്ല. പ്രിയപ്പെട്ട KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ തളിപ്പറമ്പിലെ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ തളിപ്പറമ്പിന്റെ പ്രഥമ നഗരസഭയിലൊക്കെ ചെയർമാനായി
ചെയർമാനായിട്ടും പ്രസിഡന്റായിട്ടൊക്കെ ഒരുപാട് സേവനം ചെയ്ത പ്രിയപ്പെട്ട KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, അവരൊക്കെ ഒരു ചരിത്രമാണ് ഈ തളിപ്പറമ്പിന്റെ ചരിത്രം. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ കൂടുതലൊന്നും തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകര്, തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അത്യുന്നത ഇസ്ലാമിക കലാലയമായ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ബഹുമാനപ്പെട്ട MM ബഷീർ ഉസ്താദും CH ഹൈദർ മുസ്ലിയാരും ബാപ്പു ഹാജി തുടക്കം കുറിച്ച ആ ഇസ്ലാമിക വൈജ്ഞാനിക വിപ്ലവം തന്നെ വിശേഷിപ്പിക്കുന്ന ആ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേഷൻ ഓഫ് ക്യാമ്പസ് ആണ് ഈ തളിപ്പറമ്പിലുള്ള ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമി. അതിന്റെ എന്റെ പ്രിയപ്പെട്ട എന്റെ കൊച്ചനുജന്മാർ ഇന്നത്തെ തലമുറക്ക് ഈ തളിപ്പറമ്പിന്റെ പൈതൃകം പഠിപ്പിച്ചു കൊടുക്കാൻ ഇത് അന്യമായി പോയിക്കൂടാ. വരുന്ന തലമുറകളിൽ ഈ തളിപ്പറമ്പ് എങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട ഗഫൂർ അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇതിവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. ഈ തളിപ്പറമ്പ് ഇതിന്റെ ഇന്നയുടെ തലമുറക്കും നാളെയുടെ തലമുറക്കും പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു മഹാസംഭവമായി മാറട്ടെ ഈ നമ്മുടെ ഈ കൂട്ടായ്മയും ഈ കൂട്ടവും എന്ന് ആശിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ ഖുർആൻ വാക്യത്തിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ഇവിടെ സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഖത്തീബ് മർദി കുട്ടിക്കൽ അവരുടെ ആദരവ് സ്വാഗതിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുഖ്യ കാര്യദർശി കൂടിയായ ബഹുമാനപ്പെട്ട ഗഫൂർ, ഈ മഹത്തായ വേദിയെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഒന്നേ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഹനീഫ ഇഴമൈല, ഈ സ്റ്റേജിലെ വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്യരെ, ഇസ്ലാമിക സമൂഹത്തിൽ തളിപ്പറമ്പിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ഗവേഷണവും അല്ലെങ്കിൽ ഒരു അന്വേഷണവും ഒരു പഠനവും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന വിഷയത്തിൽ എനിക്ക് സംശയം തോന്നുകയാണ്. തളിപ്പറമ്പിന്റെ ചരിത്ര പൈതൃകത്തിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ അലിഖിതമായ പലരും പറഞ്ഞു വരുന്നു എന്നല്ലാതെ റിക്കാർഡിക്കലായുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു അന്വേഷണമോ മറ്റോ ഇതുവരെ നടന്നിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ആ ഒരർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് വളരെ നല്ല ഒരു സംഭവമായി മനസ്സിലാക്കുകയും നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം നടത്തുകയും ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഫൗറാജിക്ക സൂചിപ്പിച്ചതുപോലെ ഞാൻ തളിപ്പറമ്പിന്റെ അടുത്ത പ്രദേശത്താണെങ്കിലും എനിക്ക് തളിപ്പറമ്പിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിയിൽ ഖത്തീബായി ജോലി ഏറ്റെടുക്കേണ്ടി വന്നു. അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു ഹജ്ജ് യാത്രയൊക്കെ കഴിഞ്ഞൊരു ലീവായി നടക്കുന്ന സമയമാണ്. തൽക്കാലം റമദാൻ വരെ നിൽക്കണമെന്ന് നിർബന്ധിച്ചപ്പോൾ അങ്ങനെ നിന്നു. അതിപ്പോൾ 10-17 കൊല്ലമായി. പക്ഷെ ഇപ്പോഴും ഈ പള്ളിയെ സംബന്ധിച്ചും മതപരങ്ങളെ സംബന്ധിച്ചും മറ്റൊക്കെ അന്വേഷിച്ചും ഒരുപാട് അറിയാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരറിവിലെത്തുമ്പോൾ വേറൊന്നാണ്. അതിൽ നേരത്തെ ഇവിടെ ഹനീഫ സൂചിപ്പിച്ച KV ഒക്കെ ആയിട്ട് ഞാൻ കുറേ സംസാരിച്ചിരുന്നു. അപ്പോൾ കിട്ടിയ ഏതാണ്ട് അറിവുകളാണ് നേരത്തെ ഇവിടെ ഹനീഫ സൂചിപ്പിച്ച ധർമ്മടത്തുനിന്ന് 4 കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അതിനാവശ്യമായ ഒരു പള്ളിയും അതുപോലെ തന്നെ ആ പള്ളിയുടെ നടത്തിപ്പിന് ആവശ്യമായ സ്വത്തുക്കളൊക്കെ കൊടുത്തതുമായ ഒരു സംഭവമാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ പള്ളിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ന് കാണുന്ന പള്ളിക്ക് ഏകദേശം ഒരു 150-160 കൊല്ലത്തെ പഴക്കമാണ്.
അതിൻ്റെ ഓട് അതിൽ നമ്പർ അടിച്ചത് കാണുമ്പോൾ തീയതി അടിച്ചത് കാണുമ്പോൾ പറയാൻ സാധിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ആ പള്ളി അതിനു മുമ്പ് ഇത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഓട് കമ്പനി ആരംഭിച്ചതിന് ശേഷം ആ ഓട് മാറ്റിയതാണ്. പള്ളി അതിന് മുമ്പുണ്ടായിരുന്നു. അന്ന് വേറൊരു തരം ഓടുകളാണ്. ആ ഓട് വെച്ചുള്ള പള്ളിയാണ്. ഈ പുതിയ തരം ഓട് ഇറങ്ങിയപ്പോഴാണ് ഇത് മാറ്റിയത് എന്നും. സാധാരണയിൽ കാണാത്ത ഈ വെള്ളം പോകാനുള്ള വാർച്ച നമ്മുടെ പള്ളിക്ക് കാണാൻ സാധിക്കും. ചെമ്പ് പാടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ അന്നത് കിട്ടാത്തത് കൊണ്ടാണ്, തലശ്ശേരി ഓടത്തിലെ പള്ളി പോലെ അന്നത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓടിടുന്ന ഒരു സാഹചര്യം എത്തിയത് എന്നൊക്കെയുള്ള ചില അറിവിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ വയസ്സുള്ള ഒരാൾ, ഞാൻ എത്തിയ ഉടനെ അയാൾ എപ്പോഴും പള്ളിയിൽ ഉണ്ടായിരുന്നു. അയാൾ മരണപ്പെട്ടു പോയി. ഞാൻ പള്ളിയുടെ ഉള്ളിലിരിക്കുമ്പോൾ മുമ്പ് എന്നോട് പറയുമായിരുന്നു, ഇവിടെ കഴിഞ്ഞു പോയ ഖത്തീബുമാരൊക്കെ ഇരിക്കൽ ഈ ഇടത് ഭാഗത്തെ മൂലയിലാണ്. പണ്ടുണ്ടായ പള്ളിയുടെ മെഹ്റാബിന്റെ സ്ഥാനമാണത്, അതുകൊണ്ടാണ് അവരൊക്കെ അവിടെ ഇരുന്നത് എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ചൊരു അനുഭവം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ ഇന്ന് നിലവിലുള്ള പള്ളിയെ സംബന്ധിച്ച് പറയുന്നത് മറ്റുള്ള ഭാഗം പള്ളിയായി വഖഫ് ചെയ്തതും അല്ലാത്തത് പള്ളിയല്ലാത്തതുമാണ്. പൂർവ്വകാലത്ത് അങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഇത്തിക്കാഫിന്റെ പ്രതിഫലം കിട്ടാനുള്ള പ്രയാസം ഒരു സംശയമായി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ അവിടെ ഇത്തിക്കാഫിന്റെ നിയത്ത് എഴുതിയിരിക്കാൻ മടിയാണ്. മഖാമിന്റെ ചരിത്രത്തെ പരിശോധിച്ചു നോക്കുമ്പോൾ തളിപ്പറമ്പിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അത് മാത്രമല്ല, ഇവിടെ വളരെ പുരാതനമായി നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ തൊട്ട് പിറകിലുള്ള രാജരാജേശ്വരി ക്ഷേത്രം. അതും ഇതൊക്കെയായി ഇവിടെ വന്നിട്ടുള്ള ജനവാസത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്നൊക്കെ സൗഹൃദപരമായ ഒരു ജീവിത ചുറ്റുപാടാണെന്ന് ബോധ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇത്ര നല്ല നിലയിൽ അവിടെ ഒരു നല്ല ഉയർന്ന ക്ഷേത്രവും ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയും തൊട്ടരികിൽ തന്നെ ഇവിടെ വലിയ തങ്ങൾമാരും മറ്റും അന്തി ഉറങ്ങുന്ന വലിയൊരു കേന്ദ്രവും ഒക്കെ പ്രവർത്തിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ അവരൊക്കെ ആ കാലത്തെ വളരെ സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും കഴിഞ്ഞു എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് ആശാരിമാർ വന്നിരുന്നു നമ്മുടെ പഴയ ചുമാറ്റ് പള്ളിയിൽ. അവരുടെ താലിയോല പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു 150 വർഷം 200 വർഷം മുമ്പ് കഴിഞ്ഞു പോയ അവരുടെ തലമുറയിൽപ്പെട്ട ചില ആളുകൾ അവരുടെ താലിയോലയിൽ രേഖപ്പെടുത്തിയ അവരുടെ ലിഖിതങ്ങളിൽ തളിപ്പറമ്പ് പള്ളിയിൽ കൂടെ കാണാൻ സാധിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരായ ആളുകളാണ് ഈ പള്ളിയുടെ പണി ചെയ്തത്, അതൊന്ന് കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞു കുറച്ച് ആശാരിമാർ നമ്മുടെ പള്ളി കാണാൻ വരികയും കണ്ടുപോവുകയും ചെയ്ത അനുഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ വേദന തോന്നാറുണ്ട്. ഇപ്പം പല ആളുകളും പല പ്രബന്ധങ്ങളും അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലൊക്കെ പഴയ മുസ്ലിം കേരളത്തിലെ പഴയ പള്ളികൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വന്ന് പഠിക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ തളിപ്പറമ്പ് പള്ളി. എൻ്റെ പ്രിയപ്പെട്ട ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ദാറുൽ ഫലാഹിലെ സുഹൃത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയതിനു ശേഷവും മലപ്പുറം ഭാഗത്തു നിന്നുള്ള 2 ആളുകൾ അവർ ഡോക്ടറേറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമ്മായൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷം 2 ആളുകൾ വന്നിരുന്നു. ഈ പള്ളിയെക്കുറിച്ച് അവർ ഗവേഷണം നടത്തുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ നമുക്കൊരു ആധികാരികമായി എന്തെങ്കിലും എടുത്തു കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ കഴിയാത്തൊരു നിരാശ പലപ്പോഴും എന്നെ പിടികൂടാറുണ്ട്. പലപ്പോഴും നമുക്കതൊരു വിഷമായി തോന്നാറുണ്ട്. ഇതിന്റെ കുട്ടികൾ തന്നെ തളിപ്പറമ്പ് പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ചില വിഷയങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു ഓർമ്മയിൽ പറയുന്ന ആളാണ് അബ്ദുൽ ബാരി ഫൈസി. ഞാൻ മൂപ്പരെ പറ്റി പറഞ്ഞു. മൂപ്പരാണ് ഓടിട്ട പള്ളിയുടെ താഴ്ഭാഗങ്ങളല്ല, മച്ചിട്ട ഭാഗം ഈ പള്ളിയും അല്ലാത്തത് പള്ളിയുടെ ഞാലിയുമാണ് എന്നൊക്കെ പറഞ്ഞ കുറെ ചരിത്രങ്ങളും തണ്ണീർ കണ്ട മക്കാമിൽ കിടക്കുന്ന ആ ആളെ സ്വീപ്പാക്കിയതിന്റെ പേരിൽ ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടായത് നേരിട്ട് കണ്ട അനുഭവങ്ങളൊക്കെ അബ്ദുൽ ബാരി ഫൈസി പറയാറുണ്ട്. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് പ്രഗത്ഭരായ മഹത്വങ്ങളായ ഇസ്ലാമിക പണ്ഡിതന്മാരും അതേപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളിലെ വലിയ അറിയപ്പെട്ട ആളുകളൊക്കെ ജീവിച്ച് പിരിഞ്ഞു പോയ ഒരു പ്രദേശമാണ് തളിപ്പറമ്പ്. മതസൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായി
തളിപ്പറമ്പിനെ സംബന്ധിച്ച് നല്ലൊരു പൈതൃകം അല്ലെങ്കിൽ നല്ലൊരു ചരിത്ര പശ്ചാത്തലം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്തോ ഒരു കാരണവശാൽ അതൊന്നും കൃത്യമായ റെക്കാർഡിക്കലാകാതെ പോയി എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. ആഴത്തിൽ പഠിക്കാൻ ദാറുൽ ഫലാഹിന്റെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ, പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ വളർന്നു വരുന്ന സമൂഹത്തിൽ ഒരറിവായി നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ നേരത്തെ ഇവിടെ മുഫോറാജിക്ക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ SYSന്റെ കണ്ണൂർ ജില്ലയിലെ SYSന്റെ ഒരു വലിയ ക്ലാസ് കണ്ണൂരിൽ നടക്കുകയാണ്. നിങ്ങൾ അറിയുന്നത് പോലെ ഹനീഫ സാഹിബ് അതിൻ്റെ ജില്ലാ ട്രഷററാണ്. ഞാനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് ധൃതി, ഇല്ലെങ്കിൽ ഇത് തീരുന്നവരെ ഇരിക്കുമായിരുന്നു. അള്ളാഹു ഇതൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. ഇതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ. ഈ ഒരു പരിശ്രമം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വലിയ എന്തെങ്കിലും ഒന്ന് തളിപ്പറമ്പിനെ സംബന്ധിച്ച് സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് വാക്ക് മാത്രം സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എസ് സിദ്ദീഖിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് പൈതൃകം എന്നുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ദാറുൽ ഫലാഹിൻ്റെ പ്രസിഡന്റുമായ അബ്ദുൽ ഗഫൂർ ഹജ്ജി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കുട്ടുക്കർ മേജി സാഹിബ്, അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളായ ജാഫർ ബദ്രിയ, ഇബ്രാഹിം മാസ്റ്റർ, അതുപോലെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, തളിപ്പറമ്പിന്റെ പൈതൃകം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പരിപാടി ഒരുപാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കേണ്ട പരിപാടിയാണ്. കാരണം അത്രമാത്രം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ വേഗം ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഈ ഉദ്ഘാടന സെക്ഷനിൽ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞ പോലെ തളിപ്പറമ്പിൽ പുറത്തുനിന്ന് വന്ന ഒരാളും തളിപ്പറമ്പ് വിട്ട് പോകാതെ ഒരു ചരിത്രം ഞാനൊക്കെ പഠിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം തളിപ്പറമ്പിൽ വന്ന ഇവിടുത്തെ സ്കൂള് ആയിട്ട് ബന്ധപ്പെട്ട അധ്യാപകന്മാരാകട്ടെ, അല്ലെങ്കിൽ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറാകട്ടെ, അല്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ഉദ്യോഗസ്ഥന്മാരാകട്ടെ, തളിപ്പറമ്പിൽ വന്ന 99% ആൾക്കാരും പുറമേ നിന്ന് തെക്കുന്ന കേരളത്തിന്റെ പല ഭാഗത്തും വന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന തളിപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കാരും തളിപ്പറമ്പിൽ സെറ്റിൽ ചെയ്താലല്ലാതെ തളിപ്പറമ്പിൽ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വിഭാഗമായി മാറി കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത്തരം ആൾക്കാരുമായി സംബന്ധിച്ചപ്പോൾ അത്തരം ആൾക്കാർ പറഞ്ഞത് തളിപ്പറമ്പിലുള്ള ആദിത്യ മര്യാദ അല്ലെങ്കിൽ തളിപ്പറമ്പിൽ ഉണ്ടാകുന്ന മറ്റുള്ള നാട്ടിൽ പൊതുവെ കേരളത്തിൽ പുറത്തൊക്കെ പറയാനുള്ളത് മറ്റുള്ള നാട്ടിൽ പോയാൽ നമുക്കൊരു അവയുടെ ഒരു പരിഗണിക്കാത്ത ഒരു വിഭാഗമായി മാറുന്ന നാട്ടുകാരുണ്ടാകുന്ന ചുറ്റുപാടിലെത്തും വ്യത്യസ്തമായി തളിപ്പറമ്പിൽ വന്നാൽ നമ്മളെ നാട്ടുകാരേക്കാൾ കൂടുതൽ ഒരു പടി മുൻപിൽ അവരെ പരിഗണിക്കുന്ന ഒരു വിഭാഗമായി തളിപ്പറമ്പിന്റെ നാട്ടുകാർ മാറിയിട്ടുണ്ട് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ ഇനിയും ഇതിൽ ആ തളിപ്പറമ്പിന്റെ പൈതൃകമായി ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. തളിപ്പറമ്പിലെടുത്ത് ഇത്രയും വിഭാഗം ആൾക്കാരെ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ തളിപ്പറമ്പിൽ നിന്ന് പുറത്ത് തളിപ്പറമ്പിലില്ലാത്ത ഒരു വിഭാഗം തളിപ്പറമ്പിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുകയോ അവർ ഇവിടെ ജോലി ചെയ്യുകയോ ചെയ്യുന്നവർ തളിപ്പറമ്പിൽ തന്നെ ഫാമിലി അടക്കം സെറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട്. അത്രമാത്രം തളിപ്പറമ്പിന്റെ ആദിത്യ മര്യാദയും അതോടൊപ്പം മറ്റുള്ള പരിഗണനയും നാട്ടുകാരെ കൂടുതൽ അവരെ പരിഗണിക്കുന്ന ഒരു വിഭാഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള തലമുറകൾക്ക് നമ്മുടെ മുന്നിലേക്കുന്ന കുട്ടികൾക്കടക്കം ഇന്നുള്ള തലമുറകൾക്ക് പഠിക്കാൻ, കാരണം നമ്മൾ 5 പേരും മൊബൈലിൽ കളിക്കുന്നതല്ലാണ് ചരിത്രപരമായിട്ടുള്ള തലത്തിൽ പഠിക്കാൻ സാധിക്കുന്നില്ല. കാരണം പല യാത്രകളിലും നമ്മൾ പലപ്പോഴും വാഹനത്തിൽ പോലും നമ്മൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രായമുള്ള ഒരാൾ പലപ്പോഴും നമ്മുടെ വാഹനത്തിൽ ഉണ്ടായാൽ
അദ്ദേഹം അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട KV പറഞ്ഞത്. കാരണം നമ്മളൊക്കെ KV ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ഗ്രഹപാഠം അദ്ദേഹത്തിൽ നിന്ന് കിട്ടാറുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നും സത്യം പറഞ്ഞാൽ തളിപ്പറമ്പിന്റെ 3 തലമുറകൾക്ക് മുന്നിലുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് കൃത്യമായ ഗ്രഹപാഠം ഉള്ളത് കൊണ്ട് തന്നെ KVയുടെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പലപ്പോഴും അദ്ദേഹം പറയുന്നത് തളിപ്പറമ്പിന്റെ വളരെ കാലം മുന്നിലുള്ള കാര്യങ്ങളും ഓരോ മസ്ജിദായാലും അമ്പലമായാലും തളിപ്പറമ്പിന്റെ രാജരാജ ക്ഷേത്രമായാലും ഇത്തരം കാര്യങ്ങൾ തളിപ്പറമ്പിന്റെ ലിപികളാൽ ലിപികളാൽ ചേർത്തപ്പെട്ട ഓരോ പോയിന്റുകളും അദ്ദേഹം എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പിന്റെ കുടുംബ മഹിമകളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചൊക്കെ കൃത്യമായി പറയാൻ സാധിക്കുന്ന വ്യക്തിയായിരുന്നു മർഹൂം KV മോഹൻജി മാസ്റ്റർ. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ മരിച്ചപ്പോൾ തൊട്ടടുത്ത് അത്ര ചരിത്രങ്ങൾ പറയാനുള്ള ആൾക്കാരില്ലാത്ത എനിക്കൊക്കെ തോന്നുന്നു ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് സാധിക്കുന്നത്. കാരണം അത്തരം ആൾക്കാർ മരിച്ചു പോകുമ്പോൾ പുതിയ തലമുറകൾക്ക് അത്ര ചരിത്രങ്ങൾ പഠിക്കാൻ വേദിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇനിയുള്ള കാര്യങ്ങൾ, കാരണം പഴയ തലമുറകളെ കിട്ടുമ്പോൾ അത്തരം ചരിത്രങ്ങളൊക്കെ ചോദിച്ചറിയാനും അത്തരം കാര്യങ്ങൾ പഠിക്കാനും ഇതുപോലെ വേദികൾ ദാർഫായാലും സാമടക്കമുള്ള കുട്ടികൾ ഇത്തരം വേദി ഉണ്ടാക്കി തീർച്ചയായിട്ടും പ്രശംസനീയമാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും നമ്മുടെ മക്കൾക്കും നമ്മുടെ തളിപ്പറമ്പിന്റെ ചുറ്റുമുള്ള യുവതലമുറയ്ക്കും സാധ്യമായിട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി പറയാനായി ഫാദിയുടെ ജനറൽ സെക്രട്ടറി റംഷാൻ ബഷീർ. നമ്മുടെ സെഷൻ വളരെ സമയബന്ധിതമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സെഷനിൽ പങ്കെടുത്ത ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയ അതിഥി ഹനീഫ അമ്മ, അതുപോലെ അധ്യക്ഷഭാഷണം നിർവഹിച്ച സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഹാജിക്ക തുടങ്ങിയ വേദിയിൽ ഉപവിഷ്ടരായ ഇവിടെ നിന്നും പോയ നമ്മുടെ അതിഥികൾ, അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്.